to the ground. You're dragging me. It's constantly. No, I won't make a sound. I love the pain. It sets me free. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു AJ Vlogs. സോ ഇന്ന് നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ലാസ്റ്റ് കുറച്ച് പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. അതായത് റാസൽ ഖൈമയിൽ ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സ് പോയത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കയറി നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ദുബായ് ക്രീക്ക് ഹാർബർ പറഞ്ഞ സ്ഥലത്താണ്. ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ ഒരു പ്ലേസ്. അധികം റഷും ഇല്ല, ഒന്നുമില്ല. സോ നമ്മുടെ കൂടെ 2 പേര് വന്നിട്ടുണ്ട്. ആ 2 പേരെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആ 2 പേര് റിജോ വ്ലോഗ്, പിന്നെ ചിക്കു. ഇതാണ് ആ ഒരു സംഭവം, M50 കാനോണിൻ്റെ. ഇതാണ് റിജോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റിജോനോട് തന്നെ നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ആദ്യം യൂട്യൂബ് തുടങ്ങുമ്പോൾ ആൾ യൂസ് ചെയ്ത. റിജോ, അപ്പോൾ യൂട്യൂബ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വീഡിയോ ഒക്കെ ഏതിലാണ് എടുത്തിരുന്നത്? ഫസ്റ്റ് സ്റ്റാർട്ടിങ് വീഡിയോ സാംസങ് നോട്ട് 4ലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അത് നമ്മളൊരു ട്രൈപോഡോ ഒന്നുമില്ല, മീൻസ് സെൽഫി സ്റ്റിക്കോ ഒന്നുമില്ല, കയ്യിൽ പിടിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളൊരു കസിനൊക്കെ കൂടെ ഞങ്ങൾ ദുബായ് മോളിൽ പോയ സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് ജസ്റ്റ് അധികം ഡയലോഗ്സ് ഇല്ല, 1-2 ഡയലോഗ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടിങ് പോലെ ചുമ്മാ പറഞ്ഞു. മീൻസ് അന്നേരം ഇങ്ങനെ വ്ളോഗിങ് ആയിട്ടുള്ള രീതിയിലല്ല ചെയ്തത്. നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പയ്യെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ആ രീതിയിൽ ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ ജോ, പിന്നെ ഈ ക്യാമറ വാങ്ങിച്ചിട്ട് എത്ര നാളായി? ഇപ്പോൾ ഈ ക്യാമറ മേടിച്ചിട്ട് 4 മാസത്തിക്കുള്ളായി. ഡിസംബർ നവംബറിലാണ് മേടിച്ചത്. ഓക്കെ. എത്രയായി ഇത് വാങ്ങിക്കുമ്പോൾ? മൊത്തം സെറ്റ് ആയിട്ടാണോ വാങ്ങിച്ചത്? ഇതുപോലെ ഗൊറില്ല ട്രൈപോഡും മൈക്കും എല്ലാം ആയിട്ടുണ്ട്. ബോയ MM1 എന്ന് പറഞ്ഞ മൈക്ക്. ഇത് എല്ലാം കൂടിയിട്ട് എത്രയായി വാങ്ങിച്ചപ്പോൾ? ക്യാമറക്ക് 2115 പ്ലസ് ഇതിന് 100ഉം ഇതിനും 100ഉം. ഓക്കെ. അപ്പോൾ ടോട്ടല് 2400 റേഞ്ച് വരുന്നുണ്ടല്ലേ? പിന്നെ ടാക്സ് എന്തൊരു 50 dirhams അടുത്ത് വന്നു തോന്നുന്നു. 2500 നിന്നില്ല. ഇപ്പോൾ കംഫർട്ടബിൾ ഏതിലാണ്? മൊബൈലിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണോ അതോ ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണോ? കംഫർട്ടബിൾ ക്യാമറ യൂസ് ചെയ്യുമ്പോഴാണ്. 4K ആണോ അത്? അല്ലല്ലോ, 4K ആണ്. പക്ഷേ 4K-ലല്ല ചെയ്യുന്നത്, 1080ലാണ് ഇടുന്നത്. HD-ലാണ് ചെയ്യുന്നത്, 60 frames per second. ഓക്കെ. സിനിമാറ്റിക് ഷോട്ടിന് മാത്രം 4K ഷൂട്ട് ചെയ്യും. പക്ഷെ വളരെ ചുരുക്കമായി ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി നമ്മുടെ ഇമേജ് ക്രോപ്പായിട്ട് വരും. അപ്പോൾ ആ വൈഡ് കുറഞ്ഞു പോയിട്ട് അതുകൊണ്ട് മാത്രം ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. വൈഫിന് എപ്പോഴാണ് ഒരു എന്താ പറയുക ഈ ഒരു വ്ളോഗിങ്ങിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? വന്നതിന്റെ നെക്സ്റ്റ് ഡേ മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതെ. പക്ഷെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. ഒരു വ്ളോഗിൽ പെട്ടെന്ന് വന്നു, ചിക്കു വന്നു, വീഡിയോയിലുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള വീഡിയോയിൽ ആക്റ്റീവായി വന്നു. ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കാൻ മറന്നുപോയി. ആക്ച്വലി വൈഫാണ്, നാട്ടിൽ നിന്ന് വന്നുള്ളൂ, അതൊക്കെ പറയാൻ മറന്നുപോയി. അതെ, ഒരു പെണ്ണ് കയറി വന്നിട്ട് പറഞ്ഞു എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ. ആക്ച്വലി ഒരു യൂട്യൂബർ ആവാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ എന്താ പറയുക ഇങ്ങനെ നാണിക്കാൻ പാടില്ല, അതുപോലെ ചമ്മൽ വിചാരിക്കാൻ പാടില്ല. നമ്മൾ അങ്ങോട്ട് തുറന്ന് സംസാരിക്കുകയെല്ലാം. ഈ പറഞ്ഞ ഞാനിത് പറയാറില്ല, ഞാനും തുടങ്ങിയപ്പോൾ ഭയങ്കര ചമ്മലും ആൾക്കാരുടെ ഇടയിൽ ക്യാമറ എടുത്ത് എന്ത് പറയേണ്ടതെന്ന് പോലും അറിയത്തില്ലായിരുന്നില്ല. സോ അത് എല്ലാ യൂട്യൂബേഴ്സിനും ബിഗിനിങ് ടൈമിൽ ഉള്ളൊരു സംഭവമാണ് അല്ലേ റിജോ? അതെ. ആൾക്കാരിങ്ങനെ നോക്കുമ്പോൾ നമ്മളങ്ങ് മൈൻഡ് ചെയ്യാം, നമ്മളെല്ലാം നോക്കുന്നതെന്നുള്ള രീതിയിൽ അങ്ങ് പോയാൽ മതി. അതെ, അതാണ് അത് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചു, ബിഗിനേഴ്സ് എല്ലാവരും.
'cause you say those things, then shut me out. Got no clue what you have found. I'm a rose in thorns, but you cut me down. It's wrong, I can't make right. I love the bird below. You tell myself that this is the last time. It's wrong, I can't make right. Slipping off in the moonlight with G7Xന്റെ കുറച്ചൊരു സൗണ്ട് ഇഷ്യൂ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലെൻസ് മൈക്ക് അതിൽ പിടിപ്പിക്കാൻ പറ്റും. മൈക്ക് എക്സ്റ്റേണൽ മൈക്കിനുള്ള ഓപ്ഷൻ ഇല്ല. ഇതിന് എക്സ്റ്റേണൽ മൈക്കിനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അതിന്റെ സൗണ്ട് ക്ലിയർ ആണ്. ബട്ട് എന്നാലും എനിക്ക് സൗണ്ട് കുറച്ചൊരു ക്ലിയർ ആയിട്ട് വേണമെന്നുള്ളൊരു ഓപ്ഷൻ വന്നതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്യാൻ. അത് എൻ്റെ ഒരു വ്ളോഗിങ് സെറ്റപ്പ് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ iPhone 8ലാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ എൻ്റെ ഒരു ഡ്രീം ക്യാമറ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ അടുത്തൊരു അപ്ഗ്രേഡ് ചെയ്യുന്നെങ്കിൽ M50 ആയിരിക്കും വാങ്ങുന്നത്. ഇതിൽ നമുക്ക് ഞാൻ ഇപ്പോൾ മൂവിയിലിട്ടാണ് ചെയ്യുന്നത്. മൂവിയിലിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 2 ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് ഓട്ടോ മോഡും ഒന്ന് മാനുവൽ മോഡും. ഞാൻ നമ്മൾ ഡേ ടൈം ആണെങ്കിൽ കൂടുതൽ ഓട്ടോ മോഡ് ഇട്ടിട്ട് നമ്മൾ ലൈറ്റിൻ്റെ ഇത് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കൂടുതൽ നമുക്ക് ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നോർമൽ ബ്രൈറ്റ്നെസ് ആവും, ഡിം ആവും. അത് ചെയ്തിട്ട് ചെയ്യും. ഇപ്പം നൈറ്റൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ മാനുവൽ മോഡിലാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ മാനുവൽ മോഡാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഷട്ടറിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഉണ്ടോ, ഇപ്പം നമുക്ക് ഡേ ആണെങ്കിൽ നമുക്കൊരു ഇത് എന്തുവാ ഷട്ടർ സ്പീഡ് കൂട്ടിയിട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല. രാത്രിയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ 1 സെക്കൻഡിൻ്റെ അകത്ത് എത്രയായി 8 ഫ്രെയിം പോലെ കിട്ടിയിട്ട് നമുക്ക് എടുക്കാനൊക്കെ പറ്റും. ഓക്കെ, മീൻസ് എനിക്ക് കൂടുതൽ അതിൻ്റെ ടെക്നിക്കൽ ഫോട്ടോഗ്രാഫി ഫീച്ചേഴ്സ് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ അതുപോലെ എഫ് അതങ്ങോട്ട് കുറച്ചിടും. അപ്പോൾ ഗ്രെയിൻ കുറയാനാണെങ്കിൽ കുറച്ചൊരു F4.56 എന്നുള്ള ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു നല്ല ഗ്രെയിൻസ് ഒന്നും അത് ഇല്ലാത്ത രീതിയിൽ നൈറ്റിൽ എടുക്കാൻ പറ്റും. ഡേ ടൈമിൽ കൂടുതൽ ഓട്ടോമാറ്റിക്കലി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ട് മൈക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ട്രൈപോഡ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ വേറൊരു സാധനം കൂടി ഉണ്ട്, ഞാൻ കണക്ട് ചെയ്തിട്ടില്ല ആക്ച്വലി. അത് കണക്ട് ചെയ്താലാണ് നമ്മൾ ജോബി ഇതിൻ്റെ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ടൈറ്റ് ചെയ്ത് വെക്കും. സാധാരണ ഇതിൽ ഫിക്സ് ചെയ്താണ് വെക്കാറ്. ഓക്കെ, ഞാൻ ഇന്നിപ്പോൾ മറ്റേ ഇത് സെൽഫി സ്റ്റിക്കിൽ വെച്ച് വേറെ കുറച്ച് ഷോട്ടിൻ്റെ ഐഡിയ ഉള്ളതുകൊണ്ട് ഞാനത് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്കിതിങ്ങനെ ജസ്റ്റ് ഇത് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇരുന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫുഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റിജോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തേ. ഒരു ഓൾമോസ്റ്റ് ഒരു 50 ഫൂട്ടേജ് എടുക്കും. എന്നിട്ട് അതിനൊരു 20 ഫൂട്ടേജ് എഡിറ്റ് ചെയ്തിട്ട് വ്ളോഗാക്കി മാറ്റാറുള്ളൂ. അപ്പോൾ റിജു ബ്രോ എങ്ങനെ ചെയ്യാറത്? ചില വീഡിയോയിൽ ഇതുപോലെ കൂടുതലുണ്ട്, ഒരുപാട് എടുത്തു. ചില വീഡിയോ നമുക്കൊരു ഐഡിയ ഉണ്ടാകും എന്താ എടുക്കുന്നതെന്ന്. ഒട്ടും പ്ലാൻ ചെയ്യാത്ത പോകുന്ന സ്ഥലത്താണ് നമ്മൾ കുറേ ഫുട്ടേജ് എടുത്ത് ഇങ്ങനെ എടുക്കും. പക്ഷെ എന്നാലും ഒരു കുറയ്ക്കും ഞാൻ മാക്സിമം. അതെ, ഞാനും എൻ്റെ ഒരു സജഷൻസ് പറയണേ, മീൻസ് ഞാൻ പുതിയ ബിഗിനേഴ്സിനോട് പറയുന്നത്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ പ്ലാൻ ചെയ്ത് പോവുക. പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് ഷോർട്സ് മാത്രം എടുക്കാം അല്ലേ? നല്ല വെയിലവിടെ, അതാണ് ഇങ്ങോട്ട് തിരിച്ചത്. റിജോ ബ്രോൻ്റെ ചാനൽ എന്ത് ടൈപ്പ് വീഡിയോസാണ് റിജോ ബ്രോ വ്യൂവേഴ്സിന് കൊടുക്കുന്നത്? ഇപ്പോൾ ട്രാവലിംഗ് ഞാൻ പയ്യെ ലൈഫ് സ്റ്റൈലിലേക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള അതിലാണ് കൂടുതൽ നമുക്ക് കണ്ടന്റ്സ് ഉള്ളത്. ട്രാവലിംഗ് ഇവിടെ സത്യം പറയാലോ ദുബായിൽ കണ്ടമാനം വ്ളോഗേഴ്സാണ്. സോ നിങ്ങൾ ഒരു എന്താ പറയുക യൂട്യൂബ് എടുത്തിട്ട് ദുബായ് മലയാളം വ്ളോഗേഴ്സിന് അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പേരെ കാണാം. അതുപോലെ പോയ സ്ഥലങ്ങൾ തന്നെ, പക്ഷെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ഒരേ സ്ഥലം, പക്ഷെ പല പല കണ്ടന്റുകളായിരിക്കും എല്ലാവരുടെയിലും. അപ്പോൾ അതൊരു വെറൈറ്റി ഫീൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്താ റിജോ ബ്രോൻ്റെ ചാനൽ ഞാൻ ഇതുവരെ നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. സോ നിങ്ങൾ കയറി കാണാം, ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഈ സ്ഥലം
അതെ, വ്യൂ പോയിന്റിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ അല്ലേ ഇപ്പൊ നിങ്ങള്? പക്ഷെ ഇവിടെ വ്യൂ ഇല്ലല്ലോ. ബുർജ് ഖലീഫയേക്കാളും ഒരുപാട് ഹൈറ്റ് ഉള്ള ഒരു ടവർ, ക്രീക്ക് ടവർ എന്നാണ് അതിന്റെ പേര്. അതിന്റെ കൺസ്ട്രക്ഷൻ ഏരിയ ആണ് ബാക്കിൽ നിങ്ങൾക്ക് കാണുന്നത്. ഇവിടെ ഏതൊരു സ്ഥലത്താണ് വരുന്നത്, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. No, I won't make a sound. I love the pain. It sets me free. It's wrong, I can't think right. I love the പ്ലേസ് ആയിട്ട് എന്താ പറയുക, ഒരു അടിപൊളി പ്ലേസ്. ഫ്രീ ആയിട്ട് വന്നിട്ട് സ്പീഡ് സ്റ്റെപ്പ്, സോറി ഗൈസ്, അടിപൊളി പ്ലേസ്. ഫ്രീ ആയിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സൂപ്പർ പ്ലേസ് ആണ്. ഇന്ന് ഞങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നപ്പോൾ റിജോനെയും വൈഫിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഒരുമിച്ചുള്ള കുറച്ച് ഇതൊക്കെ കണ്ടില്ലേ, അപ്പോൾ അവർ വേറെ കുറച്ച് സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് വിഷ്വൽ എടുക്കാൻ. അപ്പോൾ നമുക്ക് അവരെ അങ്ങോട്ട് തിരഞ്ഞു പോയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാണ്ട് എന്നിട്ട് നമുക്ക് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. റിജോൻ്റെയും അതുപോലെ റിജോൻ്റെ വൈഫിൻ്റെയും വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ലൈറ്റൊക്കെ കുറച്ച് കുറവാകാൻ തുടങ്ങി. നമ്മൾ iPhone 8 വിഷ്വൽസ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത്. വൈൻഡപ്പ് ചെയ്യാൻ തീരെ താല്പര്യമില്ല, ബട്ട് വൈൻഡപ്പ് ചെയ്തേ പറ്റൂ. രാത്രിയായി കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ദിസ് ഈസ് അജീഷ് പരിയാർ സൈനിങ് ഫ്രം AJ Vlogs. This is